ഇന്ന് പകൽക്കാലം ദൈവജനം പഠിക്കാൻ കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ബുക്ക് ഇയ്യോബിന്റെ പുസ്തകമാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇയ്യോബിന്റെ പുസ്തകം, സങ്കീർത്തനം, സദൃശവാക്യങ്ങൾ, ഇവയെ വിസ്ഡം ബുക്ക് അല്ലെങ്കിൽ പോയട്രി, പ്രയർ എന്നൊക്കെ നമുക്ക് പറയാം. ഏറ്റവും കൂടുതൽ മനുഷ്യർ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വായിക്കുവാൻ, പെട്ടെന്ന് വായിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം, വചനം എല്ലാം തന്നെ അനുഗ്രഹമാണ്, എന്നാൽ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഭാഗങ്ങൾ സങ്കീർത്തനം, ഇയ്യോബിന്റെ പുസ്തകം, സദൃശവാക്യങ്ങൾ മുതലായവ. അതിനെക്കുറിച്ച് ഒരു രൂപരേഖ ഞാൻ പറയാം. അതിനുശേഷം ബൈബിൾ പ്രോജക്റ്റുകാരുടെ ഈ പ്രോജക്റ്റ് കാണുകയും വളരെ സമയമെടുത്ത് ഇത് പഠിക്കേണ്ട ബുക്കാണ് ഈ 3 ബുക്കുകൾ ഇനി പഠിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് കാരണം അതിൻ്റെ അകത്തെ വിവിധ തര വിഷയങ്ങളെ പ്രതിപാദ്യം ചെയ്യുന്നുണ്ട്. നല്ല ബുക്കാണ്. ഇനി ഞാൻ പറയട്ടെ, എല്ലാ ബുക്കുകളും നല്ലതാണ്, എന്നാൽ ഇത് പഠിച്ചാൽ കുറെ കാര്യങ്ങൾ, എന്താ എഴുതിയിരിക്കുന്നത്, ഓരോ സങ്കീർത്തനം എന്താ, അതിൻ്റെ താല്പര്യം എന്താ, അത് നമുക്ക് എങ്ങനെ അനുഗ്രഹമാവും എന്നൊക്കെ നമുക്ക് പഠിക്കണം. ചെറുപ്രായത്തിൽ വചനം പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ പൊരുളോ അതിൻ്റെ പശ്ചാത്തലമോ അതിൻ്റെ ഒരു രൂപരേഖ ശരിയായിട്ട് കിട്ടാഞ്ഞ കാലഘട്ടങ്ങളെ ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഒരു മലയാളീകരിച്ചുള്ള ചിന്ത ആണ് എൻ്റെ മനസ്സിൽ എപ്പോഴും വന്നത്. എന്നാൽ മിഡിൽ ഈസ്റ്റേൺ കൾച്ചറും അല്ലെങ്കിൽ ആ ദേശത്ത് പോകാനും അതുപോലെ വചനം പഠിക്കാനും ഒക്കെ ഇടയായപ്പോൾ വ്യത്യസ്തമായി എനിക്ക് മനസ്സിലായി, നമ്മുടെ അറിവ് പരിമിതമാണെന്നും അല്പം കൂടെ മുൻപോട്ട് പോകണമെന്നും വരും കാലങ്ങളിൽ അഭ്യസ്തവിദ്യരായ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നാം ദൈവോചനവുമായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. അവർ നമ്മോട് ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അല്പം ഡീറ്റെയിൽസ് ആയിട്ട് പഠിച്ചേ പറ്റൂ. അതിന് ഞാൻ നിർബന്ധിക്കുന്നു. ആ നിർബന്ധം കൊണ്ട് ആണ് ഞാൻ ഈ സംരംഭത്തിന് ഞാൻ ഏർപ്പെട്ടിരിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകത്തെ കുറിച്ച് ഞാൻ പറയട്ടെ. ബൈബിളിലെ ഏറ്റവും പഴക്കമുള്ള പുസ്തകമാണെന്നാണ് പറയുന്നത്. ഇയ്യോബിന്റെ കാലത്ത് സ്വന്തം വീട്ടിൽ ആരാധന നടന്നിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് ഇയ്യോബിന് അരുളപ്പാട് കൊടുത്തു? വളരെ സിമ്പിളാണ്. നമുക്കറിയാം, മനുഷ്യന്റെ ഉൽപ്പത്തി എന്ന് പറയുമ്പോൾ ഏദൻ തോട്ടമാണ്. അതിനുശേഷം നമുക്കറിയാം വീണ്ടും നോഹയുടെ കാലത്ത് ആ കുടുംബത്തിൽ നിന്ന്, ഇവരെല്ലാം കുടുംബങ്ങളിൽ മനുഷ്യരെല്ലാം ഇന്ന് കാണുന്ന പോലെ വിഗ്രഹാരാധികളല്ലായിരുന്നു, ഇന്നത്തെ പോലെ അല്ലായിരുന്നു. ദൈവത്തിൽ നിന്ന് പിതാക്കന്മാർ നേരിട്ട് പ്രാപിക്കുകയും അത് തലമുറയ്ക്ക് കൊടുക്കുകയും ചെയ്ത കാലഘട്ടങ്ങളായിരുന്നു അത്. പക്ഷെ ആ തലമുറകൾ വന്നപ്പോൾ അതിനെ ഏറ്റെടുക്കുവാൻ കഴിയാതെ അതിന്റെ വിശുദ്ധി, പരിപാലനത എല്ലാം കളഞ്ഞിട്ട് അവർ അവരുടേതായ രീതികളിലേക്ക് പോയി എന്നുള്ളതാണ് വിഷയം. ഇവിടെ നമുക്കറിയാം, ഇയ്യോബിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ പ്രായം ഒക്കെ വെച്ച് നോക്കിയാൽ അന്നത്തെ 200 വർഷം ഏകദേശം. അപ്പൊ അബ്രഹാമിന് 175. അപ്പൊ അബ്രഹാമിന് മുമ്പ് അല്ലെങ്കിൽ അബ്രഹാമിന് സമകാലികനായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 10 നോഹയുടെ പുത്രന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്കറിയാം, ഊസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ദേശത്ത് താമസിച്ചിരുന്ന ധനികനായ ഒരു മനുഷ്യൻ, ദൈവത്തെ ആരാധിച്ചൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് നേരിട്ട അദ്ദേഹത്തിനുണ്ടായ പ്രയാസങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെയാണ് ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയങ്ങൾ. അദ്ദേഹത്തിന്റെ മക്കള്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് 2-3 ഭാഗമായിട്ട് ഇതിനെ തിരിക്കുമ്പോൾ ഇയ്യോബിന്റെ പശ്ചാത്തലം, ഇയ്യോബിന്റെ അനർത്ഥങ്ങൾ, അതിനുശേഷം ഇയ്യോബിന്റെ വിടുതൽ, ഇങ്ങനെയുള്ള അടുക്കായി വിഷയങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാർ, ഇങ്ങനെയുള്ള അടുക്കായുണ്ട്. എന്നാൽ ഫോക്കൽ പോയിന്റ് നോക്കുമ്പോൾ അദ്ദേഹത്തിനെ കരയുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, എന്റെ പാപത്തിന്, എന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു മധ്യസ്ഥന് വേണ്ടി, ഒരു ഇടനിലക്കാരന് വേണ്ടി ആഗ്രഹിക്കുന്ന ഇയ്യോബിനെ നന്നായി കാണുന്നുണ്ട്. ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, അല്ലെങ്കിൽ എന്റെ വീണ്ടെടുപ്പുകാരൻ, മൈ റിഡീമർ എന്നുള്ള പദങ്ങളെല്ലാം ഇയ്യോബിന്റെ പുസ്തകത്തിലുണ്ട്. വിശ്വാസാലുള്ള നീതീകരണം എന്ന പുസ്തകമാണല്ലോ റോമാലേഖനം. റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. ഇക്കാലങ്ങളിൽ അനേക ആൾക്കാർ പറയുന്നുണ്ട്, പഴയ നിയമത്തിൽ ദൈവമില്ല എന്ന് വരെ പ്രസംഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം വന്നിരിക്കുകയാണ്. അപ്പൊ അവരോട് ചോദിക്കണം, ഇയ്യോബ് പറയുന്നുണ്ട് വീണ്ടെടുപ്പുകാരൻ, മൈ റിഡീമർ, യേശുക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ള ദാഹം, മിശിഹായുടെ വരവിന് വേണ്ടിയിട്ടുള്ള ദാഹിക്കുന്ന ഭക്തനായ അബ്രഹാമിന് സമകാലീന മുമ്പുണ്ടായിരുന്ന ഇയ്യോബിനെ കുറിച്ച് കാണുന്നു. യാക്കോബ് അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, എസെക്കിയേൽ അദ്ദേഹത്തെ കുറിച്ചുണ്ട്. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 3:19 ഇയ്യോബിന്റെ പുസ്തകത്തിലെ കോട്ടിംഗ് ആണ്.
ദൈവത്തിന് മന്ത്രിയായിരുന്നവൻ അവന് എന്തെങ്കിലും കൊടുത്തിട്ട് മടക്കി വാങ്ങിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കോട്ടിങ്ങുകളെല്ലാം തന്നെ ന്യൂ ടെസ്റ്റ്മെന്റിലെ അനേക കോട്ടിങ്ങുകൾ ഇതെല്ലാം തന്നെ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് പലരും എടുത്തിട്ടുണ്ട്. അത് പഴയ നിയമവിശുദ്ധന്മാരും എടുത്തു, പുതിയ നിയമവിശുദ്ധന്മാരും എടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് വളരെ പഴക്കമുള്ളത്. അപ്പോൾ ഈ യോബ് എന്ന് പറയുന്ന മനുഷ്യന്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. പല പുസ്തകങ്ങളിൽ സൂചിപ്പിക്കുന്നു. എസെക്കിയേൽ എന്റെ പുസ്തകത്തിലുണ്ട്, എഹെസ്കേലിന്റെ പുസ്തകത്തിലുണ്ട്, യാക്കോബിന്റെ പുസ്തകത്തിലുണ്ട്. ഇങ്ങനെ പല പുസ്തകങ്ങളിൽ വെച്ച് ഈ പുസ്തകത്തിന്റെ അവിടെ നിന്നും ഇവിടുന്ന് ചിതറിയ ഭാഗങ്ങളെ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ അക്കാലങ്ങളിലും ഈ കാലങ്ങളിൽ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ അക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാരും അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാർ ഈ പുസ്തകങ്ങളെ റെഫർ ചെയ്തിരുന്നു. യാക്കോബോ, യേശുവിന്റെ സഹോദരൻ ഒരുവനിലായിരുന്നു യാക്കോബോ, അദ്ദേഹം പോലും നമുക്കറിയാം എടുത്തുപയോഗിക്കുന്നുണ്ട്. ഏത് പുസ്തകമാണ്? ഇയ്യോബിന്റെ കഷ്ടതയെ കുറിച്ച് ഉണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാം സാരാംശം നമുക്ക് നോക്കുമ്പോൾ ഒരു മധ്യസ്ഥനെ നമുക്ക് ആവശ്യമായി വരുന്നു, ക്രിസ്തുവിനെ നമുക്ക് ആവശ്യമായി വരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മനുഷ്യന്റെ തെറ്റുകൾ, അല്ലെങ്കിൽ മനുഷ്യനെ ഏതെങ്കിലും വിധത്തിൽ കഷ്ടതയിൽ കൂടെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ, അല്ലെങ്കിൽ കഷ്ടത വരുമ്പോൾ ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാം എന്ന് പിശാച് വാതുകെട്ടുകയാണ് ദൈവസന്നിധിയിൽ. അപ്പോൾ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരു മധ്യസ്ഥൻ ഉണ്ടായേ പറ്റൂ, നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ. അതല്ലേ ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ശുശ്രൂഷ ഇപ്പോഴത്തെ. യേശു ക്രിസ്തു പാപികൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മഹിമയിൽ ഇന്ന് ജീവിക്കുന്നു. എന്താ ചെയ്യുന്നത്? നമുക്ക് വേണ്ടി വലഭാഗം ഇരുന്നു കൊണ്ട് പക്ഷപാതം ചെയ്യുന്നു. സ്നേഹിത, ഒരു കാര്യം ഞാൻ പറയട്ടെ, നിനക്കും എനിക്കും ഇയ്യോബ് ഒരു ഭക്തനായിരുന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിരുന്നെങ്കിൽ എനിക്കും നിനക്കും ദൈവത്തിന്റെ ഒരു സാന്നിധ്യം, ദൈവത്തിന്റെ ഒരു കൃപ, ദൈവത്തിന്റെ ഒരു അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. നമുക്കൊരു മധ്യസ്ഥനെ ആവശ്യമാണ്. ആ മീഡിയേറ്ററാണ് യേശു ക്രിസ്തു എന്ന് പറയുന്ന. യേശു ക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തമായി കാണിക്കുന്ന ഒരു പുസ്തകമാണ്. പഴയ നിയമത്തിൽ തന്നെ നമുക്കറിയാം, പണ്ട് ഈ മോശയ്ക്ക് അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ കുറിച്ച് ഇതിൻ്റെ അകത്തൊന്നും പറയുന്നില്ല. ന്യായപ്രമാണം ഉണ്ടാകുന്നതിന് മുമ്പ്, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ക്രിസ്തുവിനെ ആവശ്യമെന്ന്, യേശുവിനെ ആവശ്യമെന്ന്, ഇല്ലെങ്കിൽ ഏദനിൽ കേട്ടതുപോലെ സ്ത്രീയുടെ സന്തതി കടന്നു വന്നേ പറ്റൂ. ആ സ്ത്രീയുടെ സന്തതിക്ക് മാത്രമേ പിശാചിന്റെ തലയെ, പിശാചിന്റെ പ്രവൃത്തിയെ തകർക്കുവാൻ കഴിയൂ എന്ന് മനസ്സിലാക്കാം നമുക്ക്. അപ്പോൾ പിശാചിന് മനുഷ്യന്റെ പ്രവൃത്തിയെ ഏത് വിധേനയും നശിപ്പിക്കണം എന്നുള്ള വലിയ ആവേശത്തോടെ പിശാച് ലോകത്തിലുണ്ട്. മനുഷ്യൻ തെറ്റ് ചെയ്ത കാലം മുതൽ, അക്കാലം മുതൽ ദൈവം വാഗ്ദത്തം ചെയ്തൊരു മിശിഹയുണ്ട്. മിശിഹായുടെ കാലാകാലങ്ങളിലായിട്ടുള്ള, ഇല്ലെങ്കിൽ തിയോഫനി, അല്ലെങ്കിൽ പ്രത്യക്ഷത, ഇല്ലെങ്കിൽ ദൈവീക ഇടപാടുകൾ പഴയ നിയമത്തിൽ ഒരുപാടുണ്ട്. അബ്രഹാമിന്റെ കൂടാരത്തിൽ പോലും ദൈവദൂതന്മാർ കടന്നു വന്നു. അത് പോകട്ടെ. എന്നാൽ ഇവിടെയും ആവശ്യപ്പെടുന്നത് 3 സ്നേഹിതന്മാർ കടന്നു വന്നെങ്കിലും ആശ്വാസം, ഈ സ്നേഹിതന്മാർ മനുഷ്യരാകിയാൽ അദ്ദേഹത്തിനെ വ്യസനിപ്പിക്കുന്ന സ്നേഹിതരെന്നാണ് ഇയ്യോബ് അവരെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഇയ്യോബ് അന്വേഷിക്കുന്ന മറ്റൊരു സ്നേഹിതനുണ്ട്, ഞാനും നീ അന്വേഷിക്കുന്ന യേശു. ഒന്ന് ശ്രദ്ധിച്ചേ, ഇതൊന്നും പഠിക്കാം. ഇയ്യോബിന്റെ പുസ്തകത്തിന്റെ രൂപരേഖ പഠിച്ചിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. Book of Job. It's a profound and very unique book in the Bible for lots of reasons. The story is set in a very obscure land that's far away from Israel, Uz. The main character, Job, he's not even an Israelite, and the author, who's anonymous, doesn't even set the story in any clear period of ancient history. This all seems intentional, though. It's like the author doesn't want us to be distracted by historical questions, but rather to focus simply on the story of Job and on the questions raised by his experience of suffering. The book of Job has a very clear literary design. It opens and closes with a short narrative prologue and then an epilogue. And then the central body of the book is dense Hebrew poetry, representing conversations between Job and 4 dialogue partners called the Friends. These conversations are then concluded by a series of poetic speeches given by God to Job. Let's dive in and we'll just see how it works together. The prologue introduces us to Job, and we're told that he's a blameless, upright man who honors God. He's a super good guy.
And then all of a sudden, we're transported into the heavenly realms, and God is holding court with his staff team. It's a very common image in the Old Testament describing how God runs the world. And among the heavenly beings is a figure called the Satan, which in Hebrew means the accuser or the prosecutor. And it's like we're watching a court scene. God presents Job as a truly righteous man, and then the accuser challenges God's policy of rewarding righteous people like Job. He says, the only reason Job obeys you is because you bless him with prosperity. Let Job suffer, then we'll see how righteous he actually is. And then God agrees to let the accuser inflict suffering on Job. Now, it's at this point in the story that most of us go, what? Why did God do that? And then we assume that this book is going to answer that question, why God allows good people to suffer. But as you read on, the book doesn't answer that question. Nothing in the book ever answers that question. The prologue is setting up the real questions this book is trying to get at. Questions about God's justice and whether God operates the universe according to the strict principle of justice. And the response to those questions comes as you read through to the end of the book, not at the beginning. The ultimate reason for Job's suffering is simply never revealed. So the prologue concludes with a suffering and bewildered Job who's rebuked by his wife, and he's approached by 3 friends who are going to try and provide wisdom and counsel. Their names are Eliphaz, the Temanite, Bildad, the Shuhite, and Zophar, the Naamathite. They're all non-Israelites like Job, and they represent the best of ancient Near Eastern thinking about God and suffering and the human condition, and this moves us into the main part of the book. First, Job speaks. And this is how this section of the book works. First, Job is going to speak, and then they'll follow a response from a friend. Then Job will respond to that friend. Then another friend will respond to Job's response, and so on back and forth for 3 cycles. And this whole debate is focused on 3 questions. Is God truly just in character? And does God run the universe on the strict principle of justice? And if so, then how is Job's suffering to be explained? As we're going to see, Job and the friends, they're working from a huge assumption about what God's justice ought to look like in the world. Namely, that every single thing that happens in the universe should operate according to the strict principle of justice. So if you're a wise, good person and you honor God, good things will happen to you. God will reward you. But if you're evil and stupid and do sinful things, bad things will happen to you. God will punish you. Now, Job's constant argument throughout his speeches is this. First of all, that he's innocent, and so the implication of that is that his suffering is not a divine punishment. Now, we know from the prologue, both of these things are true. Remember, God himself said, Job is righteous and blameless. And so Job concludes his argument by accusing God. God either doesn't run the world according to justice, or even worse, God himself is simply unjust. The friends, on the other hand, they beg to differ. Their argument is that God is just, the implication being that God always runs the world according to justice in this way, and so they conclude by accusing not God, but Job. Job must have done something really, really bad for God to punish him like this. They even start making up possible sins that Job must have committed. Job protests to all of this. In fact, he gets so fed up with the friends that he eventually just gives up on them. He takes up his case directly with God. Now, something to be aware of is that Job, he's on an emotional roller coaster in these poems. He used to think that God is just, but now he can't reconcile that with his suffering. And so in some outbursts, he'll accuse God of being a bully. Once he even declares that God has orchestrated all the injustice in the world. But the moment he utters that thought, he's terrified of it because he wants to hope and believe that God is truly just. Job is all over the place in this section. And so he makes one last statement of his innocence, and then he demands that God show up personally to explain himself. Now, it's at this point that a surprise friend shows up, Elihu the Buzite. Now, he's not an Israelite, but he does have a Hebrew name. And Elihu, he has the same assumption as Job and the friends. He argues that God is just, and that implies that God always operates the universe according to justice. But then Elihu draws a more sophisticated conclusion about why good people suffer. It may not be punishment for sin in the past. God might inflict suffering as a warning to help people avoid sin in the future. Or God might use pain and suffering to build character or to teach people valuable lessons. Elihu doesn't claim to know why Job is suffering, but one thing he is certain of. Job is wrong to accuse God of being unjust. Job doesn't even respond to Elihu, and the dialogues come to a close. It's like the wisdom of the ancients has been spent, and the mystery remains. And then, all of a sudden, God shows up in a whirlwind, and he responds to Job personally. He first responds to Job's accusation that he's unjust and incompetent at running the universe.
So God takes Job on a virtual tour of the universe, and he starts asking him all these questions about the order and origins of the cosmos. Was Job ever around when God architected the earth or organized the constellations? Has Job ever commanded the sunrise or controlled the weather? God has his eyes on all of these cosmic details that Job has never even conceived of. Then God starts going into detail describing the grazing habits of mountain goats and how deer give birth, or the feeding patterns of lions and wild donkeys. What's the point of all this? Remember the assumption of Job and his friends about what it looks like for God to run the world according to justice. Underneath that assumption is a deeper one, that Job and his friends have a wide enough perspective on life to make such a claim about how God ought to run the world. And God's response with this virtual tour, it deconstructs all of these assumptions. It first of all shows that the universe is a vast, complex place, and that God has his eyes on all of it, every detail. Job, on the other hand, has only the small horizon of his life experience to draw from. His view of the world is very limited. And so what looks like divine injustice, from Job's point of view, needs to be seen in an infinitely larger context. Job is simply not in a position to make such a huge accusation about God. After the virtual tour, God asks Job if he would like to micromanage the world for a day, according to the strict principle of justice that Job and his friends assume, punishing every evil deed of every person at every moment with precise retribution. The fact is that carrying out justice in a world like ours, it's extremely complex. It's never black and white, like Job and the friends seem to think. Which leads to God's last point. He starts describing these two fantastic creatures, Behemoth and Leviathan, which some people think are poetic depictions of a hippo and a crocodile. But more likely, they refer to well-known creatures from ancient Near Eastern mythology that are used elsewhere in the Bible as symbols of the disorder and danger that exist in God's good world. These creatures, they're not evil. God's actually quite proud of them, but they're not safe either. The point is that God's world is amazing and very good, but it's not perfect or always safe. God's world has order and beauty, but it's also wild and sometimes dangerous, just like these two fantastic creatures. And so we come back to the big question of Job's suffering. Why is there suffering in God's world? Whether it's from earthquakes or wild animals or from other humans, God doesn't explain why. What he says is that we live in an extremely complex, amazing world that at this stage, at least, is not designed to prevent suffering. And that's God's response. Job challenged God's justice. God responds that Job doesn't have sufficient knowledge about our universe to make such a claim. Job demanded a full explanation from God, and what God asked Job for is trust in his wisdom and character. And so, Job responds with humility and repentance. He apologizes for accusing God, and he acknowledges that he's overstepped his bounds. Then all of a sudden, the book concludes with a short epilogue. First, God says that the friends were wrong, that their ideas about God's justice were just too simple, not true to the complexity of the world or God's wisdom. And then God says that Job has spoken rightly about him. Now, this is surprising because it can't apply to everything Job said. I mean, we know Job drew hasty and wrong conclusions, but God still approves of Job's wrestling, how Job came honestly before God with all of his emotion and pain and simply wanted to talk to God himself. And God says that's the right way to process through all of this, through the struggle of prayer. The book concludes with Job having his health, his family, his wealth all restored, not as a reward for good behavior, but simply as a generous gift from God, and that's the end of the book. So the book of Job, it doesn't unlock the puzzle of why bad things happen to good people. Rather, it does invite us to trust God's wisdom when we do encounter suffering, rather than try and figure out the reasons for it. When we search for reasons, we tend to either simplify God like the friends, or like Job, accuse God, but based on limited evidence. And so the book is inviting us to honestly bring our pain and our grief to God, and to trust that God actually cares and that he knows what he's doing. And that's what the book of Job is all about. ഇയ്യോബിന്റെ പുസ്തകം അവസാനിപ്പിക്കുന്നത് ഇത് നിങ്ങൾ പഠിച്ചു കാണുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ നറേഷനെക്കാട്ടിലും കൂടുതൽ പ്രാധാന്യം ഈ സ്കെച്ചിന് കൊടുക്കണം. കാരണം അത് നന്നായി ചെയ്തിട്ടുണ്ട്. വളരെ ആത്മാർത്ഥതയോടും വിശ്വസ്തതയും പാലിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കിക്കേ, ഇയ്യോബ് തുടങ്ങുന്നത് ഒരു ഭക്തനായ മനുഷ്യൻ,
അദ്ദേഹം ഒരു കുടുംബത്തിൽ ഇല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ ഒരു ഗോത്രത്തിലെ ഒരു പുരോഹിതൻ, ഒരു അപ്പൻ, ഇതെല്ലാം ആയിട്ട് വരുന്നു. കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നു. താന് ആ കഷ്ടതയിൽ പിടിച്ചു നിൽക്കുന്നു. തന്റെ സ്നേഹിതന്മാർ തന്നെ ദൂഷിക്കുന്നു. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങളാണെങ്കിലും യോബിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ലായിരുന്നു. അപ്പൊ ദൈവം ചുഴലിക്കാറ്റില് യോബിന് പ്രത്യക്ഷനാകുന്നു. അങ്ങനെ യോബിനെ ദൈവം അനുഗ്രഹിക്കുന്നു. യോബ് അവസാനിക്കുന്നത്, യോബിന്റെ പുസ്തകം അവസാനിക്കുമ്പോൾ യോബ് ഒരു ഭക്തനായിട്ടോ ഇല്ലെങ്കിൽ വലിയൊരു ധനികനായിട്ടോ അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഭക്തനുമാണ്, ധനികനുമാണ്. അതില്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ അങ്ങനെയൊക്കെ ആണെങ്കിലും താൻ എനിക്കില്ലാത്ത ചില കാര്യങ്ങൾ കൂടെ ഈ കഷ്ടതയിൽ കൂടെ താൻ പ്രാപിച്ചു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ എന്ന് കാണുന്നു. അപ്പൊ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മിനിസ്ട്രിയോട് അവസാനിക്കുകയാണ്. യോബിന്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയോ അദ്ദേഹത്തിന്റെ ആരാധനയോ അദ്ദേഹത്തിന്റെ പ്രവർത്തനമോ എല്ലാം തന്നെ എന്താണെന്ന് ചോദിച്ചാൽ തന്റെ കൂടാരത്തിലോ ഇല്ലെങ്കിൽ തന്റെ ചുറ്റുവട്ടത്തിൽ മാത്രം നിൽക്കുന്നു. എന്നാൽ ഇപ്പോഴോ തനിക്ക് മറ്റുള്ള സ്നേഹിതന്മാർക്ക് വേണ്ടി, തന്നെ വേദനിപ്പിച്ച, തന്നെ വിഷമിപ്പിച്ച സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്റെ സ്ഥിതിക്കും ഭേദമുണ്ടാകുന്നു. മാത്രമല്ല യോബ് പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷകനായി, അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ ദാതാവായിട്ടൊക്കെയാണ് അവസാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ അദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ട്. വരുന്നവർ അദ്ദേഹത്തിന് നേർച്ച പോലെ ചില നന്മകൾ കൊടുക്കുന്നുണ്ട്. അത് വാങ്ങി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ ആ പര്യവസാനം ഒരു നല്ല ശുശ്രൂഷയിൽ അവസാനിക്കുന്നു. യാക്കോബിനെയൊക്കെ പോലെ നമ്മൾ നോക്കിയാൽ യാക്കോബ് മരണസമയത്ത് മക്കളെ വിളിച്ച് അനുഗ്രഹിച്ച് മരിക്കുന്നു. അങ്ങനെ ഒരു ആത്മീയതയുടെ പരിവേഷത്തിൽ തന്നെ യോബാകുന്നു. പിന്നെ അക്കാലങ്ങളിൽ ജീവിച്ചിരുന്ന അനേകരെ ദൈവത്തിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം യോബിന്റെ ജീവിതം ഇടയായി താൻ പൂർണ്ണ വാർദ്ധക്യത്തിൽ താൻ ദൈവസന്നിധിയിൽ ചേരുമെന്നുള്ള വാഗ്ദത്തമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ അന്ത്യമായി തീർന്നു. അങ്ങനെ അദ്ദേഹം ഒരു കൃഷിക്കാരൻ, ഒരു ഷെയ്ക്ക് അല്ലെങ്കിൽ ഒരു പിതാവ്, ഒരു കുടുംബത്തിന്റെ തലവനായ ഒരു പുരോഹിതൻ, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അദ്ദേഹം ഒരു പബ്ലിക് മിനിസ്ട്രിയിൽ അദ്ദേഹം മറ്റുള്ളവർക്കൊരു മാതൃകയായി കഷ്ടതയിലും പ്രയാസത്തിലും അതിജീവിക്കുന്ന, ദൈവത്തെ തള്ളിപ്പറയാത്ത, ദൈവവുമായിട്ട് അടുത്ത ബന്ധമുള്ള അങ്ങനെ ഒരു ഭക്തനായി പ്രവാചകന്മാർ, പഴയ നിയമ പ്രവാചകന്മാർക്കും പുതിയ നിയമത്തിലെ അനേക എഴുത്തുകളിലും ഇദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ എഴുത്തുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഇത് മോശ എഴുതാണെന്ന് പറയുന്നു. ഇത് അതിനുശേഷം മറ്റു പലരും എഴുതിയതാണെന്ന് പറയുന്നു. ഈ പുസ്തകം കഷ്ടതയുടെ പുസ്തകം എന്നൊക്കെ പല രീതിയിൽ പല വ്യാഖ്യാനങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് മറക്കാം. ഇതിന്റെ ഉള്ളടക്കം മാത്രം നമുക്ക് എടുക്കാം. നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. യോബ് പറയുന്നത് പോലെ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, എനിക്കൊരു മധ്യസ്ഥനെ ആവശ്യമാണ്. സ്നേഹിത, ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു സ്നേഹിതൻ വേണം. വാക്കുമാറാത്ത, കഷ്ടതയിൽ വിട്ടുപോകാത്ത, പിതാവിന്റെ സന്നിധിയിൽ നമ്മെ നീതീകരിക്കുന്ന, സ്വന്തം രക്തം നമുക്ക് വേണ്ടി തരുന്ന, പാവിയായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച് ആ പാപത്തിന് പരിഹാരം തന്ന് നിരന്ന ശേഷം വളരെയധികമായി സ്നേഹിപ്പാൻ കഴിവുള്ള ആ നല്ല സ്നേഹിതൻ യേശു നമുക്ക് വേണ്ടിയുണ്ട്. ഇന്ന് നമുക്ക് യേശു സ്വർഗത്തിൽ നമ്മുടെ രക്ഷകനായി, വീണ്ടെടുപ്പുകാരനായി, രാജാവായി, സ്നേഹിതനായി, നമ്മുടെ വീണ്ടെടുപ്പുകാരനായി ജീവിക്കുന്നു. അത് ഈ പാഠത്തിൽ നിന്ന് നമ്മൾ ആർജിക്കുന്നു, പഠിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ.